എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് ഓടുമ്പോ നീ ബാക്ക് നോക്കാൻ പറഞ്ഞപ്പോ മുണ്ടപ്പാറ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. ശേഷവും മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ 100 ദിവസം കൊണ്ട് പൊട്ടുമെന്ന് ഒരു കുട്ടി പ്രവചിച്ചു. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. എന്താ മോൻ കണ്ടത്? മൂൺ ബ്രിട്ടീഷില് ഫസ്റ്റ് കണ്ടത് എല്ലാവരും ഓടുന്നുണ്ട്. അപ്പ പറഞ്ഞ എന്താന്ന് അപ്പൊ പറഞ്ഞു വാ വാ ഓടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് ഓടുമ്പോ നീ ബാക്ക് നോക്കാൻ പറഞ്ഞപ്പോ മുണ്ടപ്പാറ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. മോനെങ്ങനെയാ മനസ്സിലായ മുല്ലപ്പെരിയാർ ഡാമാണെന്ന്? മുല്ലപ്പെരിയാർ ഡാമിൽ കുറേ വെള്ളമുണ്ട്. വെള്ളം പൊട്ടി ഇങ്ങനെ വന്നു, സിമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ പൊട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അപ്പൊ പറഞ്ഞു 100 അല്ല 200 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടുന്നുള്ളൂ. 100 ദിവസത്തിനുള്ളിൽ ഈ നാട്ടിൽ പോകണം. 100 അല്ല 200 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടുന്നുള്ളൂ. 100 ദിവസത്തിനുള്ളിൽ ഈ നാട്ടിൽ പോകണം. മുല്ലപ്പെരിയാർ എത്ര ദിവസം കൊണ്ട് പൊട്ടുന്നു ദൈവത്തിന് തന്നെ ഒരു ധാരണ ഇല്ലേ? ചിലപ്പോ 100 ദിവസം അതല്ലെങ്കിൽ 200 ദിവസം നോക്കട്ടെ മോനെ. പറ്റിക്കഴിഞ്ഞാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൊട്ടിക്കാൻ നോക്കും. ദൈവങ്ങൾ ഡാം പൊട്ടിക്കാനുള്ള കരാറൊക്കെ എടുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ആ പാവൻകുട്ടീനെ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുകയാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന ഗുരുവിനെന്ന് കാണണം. എന്ത് കലക്കി കൊടുത്തിട്ടാണ് ഇയാൾ ഇവരൊക്കെ മെഡിറ്റേഷനിൽ ഇരുത്തണമെന്ന് അറിയണല്ലോ. എന്തോ കൂടി ഇനമാണ്, അല്ലാണ്ട് ഇത്രയും വൈൽഡ് ആയിട്ടുള്ള ചിന്തകളൊന്നും വരില്ല. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല.